പണം സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ സമൂഹത്തിൽ എത്രത്തോളം വേണ്ടപ്പെട്ടവരാണ് എന്നൊക്കെയും ചിന്തിക്കുന്നതിനും അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പണം ഉണ്ടായേ പറ്റൂ. അപ്പോൾ പണം സമ്പാദിക്കാൻ എന്ത് ചെയ്യും, എങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും, അതിനെങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കാം, അതിനു വേണ്ട ദൈവാധീനം എങ്ങനെ നേടാം, അതിനെക്കുറിച്ചും മാത്രം ചിന്തിക്കുക. നിങ്ങൾ ചിലർ ഇവിടെ വന്ന് ഭയങ്കര മദ്യപാനാണ്, എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ള? മദ്യപിക്കുന്ന അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ജീവിതം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെ ആർക്കാണ് ഈ സമൂഹത്തിൽ ആവശ്യം? ആർക്കും ആവശ്യമില്ല. ഇപ്പോൾ ഏതൊരു വ്യക്തിയും ആ ഒരു രീതിയിലേക്ക് എത്തിയാൽ എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും നമുക്ക് വിഷമമുണ്ടെങ്കിൽ പോലും സമൂഹത്തിലേക്ക് അവര് വേണ്ടാത്തൊരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ സമൂഹത്തിന് ഗുണകരമായിട്ടൊരാളാവണമെങ്കിൽ നമുക്ക് പണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തി അവൻ്റെ കുലവും അവൻ്റെ ജാതിയും അവൻ്റെ മതവും എല്ലാ കാര്യങ്ങളും എല്ലാതും മാറ്റി കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു കല്യാണ ജീവിതമോ വേണമെങ്കിൽ ഒരു പരിധി വരെ അവൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവന് സാധിക്കും. അപ്പോൾ പണത്തിന് അതിൻ്റെതായ ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പണം സമ്പാദിക്കാനായിട്ടുള്ള മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. വെറുതെ നമ്മൾ കരഞ്ഞ് വെറുതെ നമ്മൾ വലിയ സംഭവമാണ് എന്ന് ഏതു നേരം നമ്മൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടാവും എന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ന്യായത്തിനോ അന്യായത്തിനോ എന്തും നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ, അത് തെളിയിക്കണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പണമുണ്ടാവണം. ഇല്ലെങ്കിൽ ആരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കില്ല. ഇതെൻ്റെ ഒരു ജീവിതാനുഭവമാണ്. അപ്പോൾ പണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനു വേണ്ടി ദൈവാനുഗ്രഹം ലഭിക്കാനും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് വന്നോ അല്ലെങ്കിൽ ആ എനർജിയെയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എനർജി എന്ന് എന്ത് പേരിട്ട് വിളിച്ചാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മളിലേക്ക് പണം വരാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാരിലേക്ക് പണം എങ്ങനെ എത്തുന്നു, എന്തുകൊണ്ട് എന്നിലേക്ക് എത്തുന്നില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ലെവലിലോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലെസ്സിങ് കുറവോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഗുണകരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എല്ലാവരും വിജയിക്കട്ടെ. സാമ്പത്തികമായിട്ടുള്ള വിജയമാണ് ഇന്ന് എല്ലാവരുടെയും വിജയമായിട്ട് സമൂഹം കാണുന്നത്. അതൊരു അമ്പലത്തിൻ്റെ ആയാലും അത് ഏത് തരത്തിലുള്ള വ്യക്തിയെ കുറിച്ചാണെങ്കിലും ആൾക്കാർ 99% ആൾക്കാരുടെ ചിന്തകൾ എത്രത്തോളം സമ്പത്ത് ഒരാൾക്കുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് സമൂഹം വിജയിച്ച വ്യക്തിയെ വരെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും പണം മാത്രമല്ല എന്ന് നമുക്ക് അറിയാമെങ്കിലും പണമുള്ള ഒരാളെ മാത്രമാണ് ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ പണമുണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. പണമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ.